അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ ഒരു തെമ്മാടിയുടെ മേൽ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ തെമ്മാടിത്തരം, അവൻ്റെ ദുർനടപ്പ് അവസാനിക്കും. ഇതൊരു വ്യഭിചാരിയുടെ മേലിലാണ് യാ എന്ന നിദാഇൻ്റെ അക്ഷരം കൂട്ടിയിട്ട് യാ ചേർത്തിയിട്ട് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ വ്യഭിചാരം, അവിഹിത ബന്ധം അവസാനിക്കും. അവൻ സൽവഴിയിലേക്ക് വരാൻ കാരണമാകും. പലപ്പോഴും നമ്മളൊക്കെ ആവലാതിപ്പെടുന്നത്, വേദനപ്പെടുന്നത് മക്കളുടെ ദുർനടപ്പ് കാരണമായിട്ടാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? എത്രയോ മക്കൾ വഴിപിഴച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾ അപമാനത്തോടുകൂടെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മക്കൾ ജനിക്കാൻ വിരിപ്പിലെത്തിയ ഉടനെ ഈ ഇസ്മ ചൊല്ലിയാൽ മതി. അങ്ങനെയെങ്കിൽ ആ വിരിപ്പിൽ ജനിക്കുന്ന മക്കൾ നല്ല മക്കളായിരിക്കും. സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങളും, നമ്മൾ ആ ചൊല്ലുന്ന ദുആ ആണ് യഥാർത്ഥത്തിൽ യാ എന്ന് കൂട്ടിയിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ അതിലൂടെ പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന ദിക്റുകളും ദുആകളൊക്കെ നമ്മൾ പലപ്പോഴും അത് സേവ് ചെയ്ത് വെക്കൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലാണ്. എന്താണ് അവിടെ വെച്ചാലുള്ളൊരു നേട്ടം എന്ന് വെച്ചാൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ അതെത്തും. എത്ര ക്ലാരിറ്റിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അത്രയും ക്ലാരിറ്റിയിൽ അതെത്തും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി അതിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ മതി. ഈ ഇസ്മ എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മാണ്. അൽ മുത്തക്കബ്ബിർ, അതിനെ യാ ചേർത്തിയിട്ടാണ് ചൊല്ലേണ്ടത്. ഇത് പതിവായിട്ട് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഇരു ലോകത്തും അവന് വലിയ ഗുണം ലഭിക്കും. നല്ല സന്താനങ്ങൾ ജനിക്കും. ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമുക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുക, നല്ല സന്താനങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അത് കരസ്ഥമാക്കാൻ ഈ ഇസ്മിനെ പതിവായി പലതവണ ചൊല്ലിയാൽ മതി. ചില മഹാന്മാരൊക്കെ ഈ ഇസ്മ അവരുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇസ്മ. സന്താനങ്ങൾ നന്നാവണം, മക്കൾ നല്ല വഴിയിലാകണം, മക്കൾ പറഞ്ഞതനുസരിക്കുന്നവരാകണം, മക്കൾ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇസ്മ വളരെ റാഹത്തോടുകൂടെ ചൊല്ലാവുന്നതാണ്. അള്ളാഹു നമുക്ക് വലിയ വഴി തുറന്നു തരാൻ അതൊക്കെ ഒരു കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പതിവായി ചൊല്ലണം. ഇതിനെ 666 പ്രാവശ്യം ഒരു വിടലിനെ പതിവാക്കിയാൽ അവൻ ഏതു വലിയ ആളുകൾക്കിടയിലും വലിയ സ്ഥാനമുണ്ടാകും. അവരെല്ലാം ഇവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഇസ്മ നമുക്ക് നല്ല ഉയർച്ചയും നല്ല റാഹത്തും സന്തോഷമൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചൊല്ലാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ആരെങ്കിലും അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത്, അവരുടെ വിരിപ്പിലിരുന്ന് സഹധർമ്മിണിയുമായി ഒത്തിരിക്കുന്ന സമയത്ത് യാ മുത്തക്കബ്ബിർ എന്ന് 100 തവണ ചൊല്ലിയിട്ട് അവർ അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ അവരുടെ അതിൽ ജനിക്കുന്ന മക്കൾ അത് സദ്വൃത്തയായ നല്ല മക്കളായിരിക്കും. നല്ല വഴിയിൽ ജീവിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളായിട്ടാണ് അവരുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് ഇസ്മിൻ്റെ ഒരു ബറക്കത്ത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ജനിക്കുന്ന മക്കൾ നല്ല മക്കളായി തീരുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നിശ്ചിതമായ എണ്ണം, അത് ഏതെങ്കിലും രൂപത്തിലുള്ള പല രൂപത്തിലുള്ള എണ്ണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എണ്ണ ഉണ്ട്, ഇതിൻ്റെ അതത് അക്ഷരസംഖ്യയുടെ എണ്ണയുണ്ട്, ഇങ്ങനെ പല എണ്ണങ്ങളുണ്ട്. ഇതന്നെ ഇപ്പോൾ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ 2 വരുന്നതിൻ്റെ ഇരട്ട അക്ഷരം.
അപ്പോൾ അതിൻ്റെ രണ്ട് ഭാവം കൂടി ചേർത്തിയിട്ടുള്ളൊരു സംഖ്യയുണ്ട്. ഏത് രൂപത്തിലുള്ള സംഖ്യ ആയാലും ആ സംഖ്യയൊക്കെ നമുക്ക് അറിയുന്ന രൂപത്തിലുള്ള സംഖ്യകളൊക്കെ അത് നിദാഇൻ്റെ അക്ഷരത്തോടുകൂടെ ഒരു തെമ്മാടിയുടെ മേലാണ് ഉരുവിടുന്നതെങ്കിൽ അവൻ്റെ തെമ്മാടിത്തരം അവസാനിക്കും, അത് നിൽക്കും. ഒരു വേശ്യയുടെ മേലാണ് ചൊല്ലുന്നതെങ്കിൽ അവരുടെ വ്യഭിചാരം അതോടുകൂടെ അവസാനിക്കും. ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അത്തരം ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ദുസ്വപ്നം പലപ്പോഴും പലതും ഭീകരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് പേടിയുള്ള ആളുകളുണ്ട്. അത്തരം സ്വപ്നങ്ങളൊക്കെ കാണുന്നവർ ഇത് ചൊല്ലിയിട്ടുറങ്ങിയാൽ മതി. അങ്ങനെയുള്ള ആളുകൾ അവർ കിടന്നുറങ്ങുന്ന ആ കിടക്കയിലിരുന്ന് 21 തവണ ഇത് ചൊല്ലിയ ശേഷം ഉറങ്ങുക. അതിൻ്റെ ആ ഒരു ദുസ്വപ്നങ്ങളും അത്തരം പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ മാറിക്കിട്ടുന്നുള്ളതാണ്. ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ മീം അത് 40 നമുക്കറിയാം, താ 400, കാഫ് മുത്തക്കബിർ എന്ന് പറയുമ്പോൾ കാഫ് അത് 20, ബ 2. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ റാ 200. അപ്പം അങ്ങനെ ആകെ 662 ഇതിൻ്റെ അതത് വരുന്നത്. ഇതിലിപ്പോൾ ഒരു ഇരട്ട ബ ഉണ്ട്, അത് 2ആയിട്ട് കൂട്ടുകയാണെങ്കിൽ 664 ആകും. വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അതതുകൾ പല രൂപത്തിലും പലരും എടുക്കുന്നുണ്ട്. ഇത് എല്ലാം പറഞ്ഞിവിടെ ഒരു കോംപ്ലിക്കേഷൻസ് ആക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 666 നേരത്തെ പറഞ്ഞു, ആ സംഖ്യ അനുസരിച്ച് ചൊല്ല. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം ഇത് മാത്രം ചൊല്ലി നടന്നാൽ പോരാ, നമ്മൾ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. നമ്മുടെ മജ്ലിസിൽ അവർക്കറിയാം, നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മജ്ലിസിലിരുന്ന് അസ്മാഉൽ ഹുസ്ന എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ചൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കുകയാണെങ്കിൽ മജ്ലിസിൽ ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നിയ്യത്ത് വെക്കുന്നുണ്ട്. ആ നിയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. രാവിലെ ഇനി മജ്ലിസിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ രാവിലെ ചൊല്ലുക, രാത്രി ചൊല്ലുക, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ചൊല്ലുക. ഒരു ദിവസം ഒരു 3 തവണ ചൊല്ലുക. 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾ ഖളാ ആകാതെ നിസ്കരിക്കുക. ഏതെങ്കിലും ചില പ്രത്യേകമായ ഇസ്മുകളൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ അതും ചൊല്ലുക. ഇപ്പോൾ ഫത്താഹ് ചൊല്ലുന്നവരുണ്ട്, ലത്തീഫ് ചൊല്ലുന്നവരുണ്ട്, റഊഫ് ചൊല്ലുന്നവരുണ്ട്, വദൂദ് ചൊല്ലുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകമായ ചില ഇസ്മുകളൊക്കെ ഉണ്ട്. ആ ഇസ്മുകളൊക്കെ ചൊല്ലുന്നവർ അതും പതിവാക്കുക. അങ്ങനെ നമ്മൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടു ഒക്കെ നമ്മുടെ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തുമ്പോൾ അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരും. നമ്മൾ പ്രതീക്ഷയോടുകൂടെ തന്നെ ഇരിക്കുക. പ്രതീക്ഷകൾക്കൊരു കാരണവശാലും നമ്മൾ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വലിയ കടങ്ങളുണ്ടാകും, വലിയ രോഗങ്ങളുണ്ടാകും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം സന്തോഷത്തിലായിരിക്കും, നമുക്ക് വലിയ ഇടങ്ങേറുണ്ടാവുള്ളൂ. നമ്മളാണെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, അള്ളാഹിനോട് ചോദിക്കുന്നതാണ്. അള്ളൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരും. ഒന്നും ഉണ്ടാവാൻ പാടില്ല. എത്ര നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നോ അത്രയും ക്ഷമിക്കുക. മക്കളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും. ഇതൊക്കെ ആർക്കല്ലാത്തത്? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ. എത്ര വലിയ മാരകമായ രോഗങ്ങളുണ്ടായിരുന്നു, എത്രയോ ഔലിയാക്കൾ ഉണ്ടായിട്ടില്ലേ. അതൊക്കെ അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹുവിൻ്റെ ഖദ്ർ ഖലാവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല രോഗം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ രോഗമുണ്ടായ വലിയ വലിയ മഹത്തുക്കളെ ഒന്ന് എടുത്തു നോക്കൂ, മോശപ്പെട്ടവരാണ് അവരൊക്കെ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് രോഗങ്ങൾ തരുന്നത് ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോഴാണ് രോഗങ്ങൾ നൽകുന്നത്. നിങ്ങൾ ഈ ഒറ്റ പോയിൻ്റ് മനസ്സിലാക്കുക. ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ നൽകുന്നത്. അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ എന്തിനാ രോഗം നൽകുന്നത്? അതെന്തിനാന്ന് പറഞ്ഞുതരാം. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹ്ക്ക് ഒരടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ആ അടിമയെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഉയർന്ന സ്ഥാനത്തേക്ക്, സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഈ അടിമ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നു, പകൽ നോമ്പെടുക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഇതൊക്കെ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നു, ഹറാമൊന്നും ചെയ്യുന്നില്ല, കറാഹത്തൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു അമലുകൾ കാരണമായിട്ട് അവനെത്താൻ പറ്റുന്നത് ഇത്ര സ്ഥാനത്തേക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതോ കുറച്ചും കൂടി മുകളിലേക്കാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആ അടിമ ചെയ്ത അമലുകൾ കാരണമായിട്ട് എത്താനുള്ള സ്ഥാനം ഇവിടെയുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ഇനി എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഇവന് വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത്, രോഗങ്ങൾ കൊടുത്ത്, ബുദ്ധിമുട്ടുകൾ കൊടുത്ത്, പ്രയാസങ്ങൾ കൊടുത്ത് അതിലവൻ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം പ്ലസ് ഇവൻ ചെയ്ത അമൽ
ഇതൊക്കെ കൂട്ടുമ്പോഴാണ് ഈ ഉയർച്ചയിലേക്ക് എത്തുക. അതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് മഹത്തുക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാരണമാണ് നമുക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ക്ഷമിക്കുക, നമുക്ക് അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിലിരിക്കുക. അള്ളാഹു നൽകാതിരിക്കൂല, ഉറപ്പാണ്. അള്ളാഹു നമ്മെ ഖൈറിലാക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.